16 വർഷം മംഗലത്ത് കാവിലെ ഉത്സവം. 16 വർഷം എന്റെ ചാത്തൻ വരും, എന്റെ ചാത്തൻ, എന്റെ ചാത്തൻ വരും എന്നെ രക്ഷിക്കാൻ. ഷെഫീന ബീവി, രാജ രമണ. കാരണം ഇവരൊരു ബിസിനസ് വുമൺ ആണ്. അപ്പൊ ഇവരുടെ ഈ പറയുന്ന ഈ നമ്മുടെ ഈ റീൽസ് ഒക്കെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കോൺടാക്ട് നമ്പറിൽ വെച്ചേക്കും ബിസിനസിന് വേണ്ടിയിട്ട്. ഈ ഒരു നമ്പർ എടുത്ത് പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. വീഡിയോ കോൾ വിളിച്ചു. ലൈറ്റ് ഞാൻ എക്സ്പോസ് ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഹോട്ടലിൽ നീ വരണം, അന്ന് നമുക്ക് സോൾവ് ചെയ്യുക ഇതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ശരിക്കും ദേഷ്യം വന്ന് ഞാൻ കൊടുത്തു. അതിന് നമ്മൾ തമ്മിൽ സെക്സ് ചാറ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു നീ പറയണം? യെസ്, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചാറ്റും ഉണ്ടായിട്ടില്ല. പിന്നെ നീ പറയണം ഞാൻ എന്തിനും കേൾക്കണം എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ലെങ്കിൽ പൊന്നുമോളെ ഞാൻ എക്സ്പോസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. സാർ ഇതുപോലെ ഷെഫീനക്കെതിരെ ചെയ്യുന്നുണ്ട്. ഷെഫീനയാണ്. പിന്നീട് ഞാൻ നോക്കുമ്പോ ഏകദേശം ഒരു സംഭവം പറയുമ്പോൾ ഈ ഫോൺ വന്നിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാനിപ്പോ ഒരു ചാനലിൽ വന്ന ഒരു വോയിസ് റെക്കോർഡാണ്. ആ വോയിസ് റെക്കോർഡ് ഞാൻ വെക്കാം. ചിരിച്ച് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. എന്നാലും എൻ്റെ ഷെഫീന താത്ത, അതുപോലെ രാജ് ടോക്സ്, നിങ്ങൾ എപ്പോഴാണ് ഒരുമിച്ചത്? നിങ്ങളല്ലേ ശത്രുക്കളല്ലായിരുന്നു? നിങ്ങൾ ഒരുമിച്ചാ? അല്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാ? ഒരു സ്ത്രീ വിളിച്ച് പറയുകയാണ്, അതായത് അവര് ചാത്തസേവേൻ്റെ ആളാന്നാ പറയുന്നത്. ശാപം കൊടുത്തപ്പോൾ രമണനായിട്ട് രാജ് ടോക്സ് എൻ്റെ അടുത്തേക്ക് അവതരിച്ചു. എന്നെ ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം ഷെഫീന ബീബിക്ക് അയച്ചു കൊടുത്തു. രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ നാണം കെടുത്തി. നിങ്ങൾ നാണം കെടുത്തി? ഇല്ല, നാണം കെടുത്തിയില്ല. പക്ഷെ എനിക്ക് ബിസിനസ് കൂടി. കാരണം എന്താ വെച്ചാൽ ഇവർ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ പേരിങ്ങനെ വന്നപ്പോൾ എനിക്ക് ബിസിനസ് കൂടി എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഇവിടെ എന്തോന്നട ഇവിടെ നടക്കുന്നത്? അതായത് ഒരാൾ വിളിച്ച് നാളെ ഇപ്പോഴും എന്നെ വിളിച്ചതാ ഇന്ന പോലെതാ ആ ഡിംലൈറ്റ് ബ്ലോഗിന്റെ ആ ചെങ്ങായി എന്നെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് പെരുമാറി. ഇനി നാരങ്ങ ഇങ്ങനെ ഒരുത്തനോട് പറയുക, അത് അപ്പോൾ എടുത്തിട്ട് വേറെ ഒരാൾ ചൊറണ്ടിയിട്ട് നേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊണ്ടിടുക. എടാ, നിങ്ങൾ എന്താ കരുതുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്. ഇത് കംപ്ലൈന്റ് കൊടുത്തത് എവിടെയാണ്? അതുപോലെ തന്നെ ഈ രാജു ടോക്സ് എവിടെ സംസാരിച്ചു? ഷെഫീന ബീബി എവിടെ സംസാരിച്ചു? അല്ലെങ്കിൽ പോരട്ടെ, ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു ത്രില്ലുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ. ഏതായാലും ഒരു കാര്യം ചെയ്യേ രാജന്, ഇത് കേട്ടിട്ട് വരൂ. പണിയാണല്ലോടെ, നോക്കാം നമുക്ക്. ഈ രമണൻ ഇത് എപ്പോഴും പേര് മാറ്റിയത്. അപ്പൊ നിങ്ങളൊരു കാര്യമുണ്ടേ, ഇത് സത്യമാണെങ്കിൽ ഇവരെ രണ്ടാളെയും വിടരുത്. ചാത്തൻ ഇറക്കണം. ചാത്തൻ ഇറക്കും. ചാത്തൻ ഇറക്കിയിട്ട് തന്നെ ഈ രാജിനെയും ഷെഫീന ബീവിയും തീർക്കുവാടുന്നു. ചാത്തൻ ഇറക്കിയിട്ട് തീർക്കുവാടുന്നു. കളി നമ്മളോടാ. ചാത്തൻ സേവമുണ്ട്. 16 വർഷം മംഗലത്ത് കാവിലെ ഉത്സവം. 16 വർഷം എന്റെ ചാത്തൻ വരും, എന്റെ ചാത്തൻ, എന്റെ ചാത്തൻ വരും എന്നെ രക്ഷിക്കാൻ. ഷെഫീന ബീവി, രാജ രമണ. അപ്പൊ കേട്ടിരുവാ. ആരും ബോധം കേട്ടേക്കല്ലേ? ഒരപേക്ഷയാണ്. ഹലോ, എന്റെ പേര് ബിന്ദു ഹരേകൃഷ്ണ എന്നാണ്. ശരിക്കുള്ള പേര് ബിന്ദു ബാലചന്ദ്രൻ എന്നാണ്. അപ്പോ എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ രാജ് ടോക്സ്, ഷെഫീന ബീവി, ഇവർ രണ്ടുപേരിൽ നിന്നുണ്ടായ ദുരനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ആക്ച്വലി രേണു സുധി എന്ന് പറയുന്ന നടിയെ കുറിച്ച് ഈ പറഞ്ഞ രാജ് ടോക്സിന്റെ ഒരു വ്യാജ അക്കൗണ്ട് മോശമായി, വളരെ വളരെ മോശമായ രീതിയിൽ എഴുതി. അപ്പൊ ഞാനത് ചോദ്യം ചെയ്തു. അയാളെ മെസ്സഞ്ചറിൽ പോയിട്ട് ഞാൻ ചോദ്യം ചെയ്തു, നിങ്ങളുടെ വീട്ടിലും ആരുമില്ലേ, അവര് മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാള് രേണു സുധിയെ പറ്റി അതിന്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ മോശമായ രീതിയിൽ ശരീരവർണ്ണനം നടത്തുകയും ഋതപ്പൻ അവരെ കൊല്ലുമെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ പറയാണ്, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഒരു ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല? ഞാനൊക്കെ ജെനുവിൻ അക്കൗണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞു നിന്നെ പോലുള്ളവർ, എനിക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് വേറെയുണ്ട്, നിന്നെ പോലുള്ളവളുമാരോട് എനിക്ക് ഇങ്ങനെയാണ് സംസാരിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ പോലുള്ളവരെന്ന് പറയുമ്പോ അവരെന്തോ. അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവനെ തെറി വിളിച്ചു. തെറിയെന്ന് പറഞ്ഞാൽ ഹിജഡേ എന്നാണ് വിളിച്ചത്. അത് അവൻ ഇഷ്ടപ്പെടില്ല. ഒരു ആണിന്റെ മുഖത്ത് നോക്കി ഒരു പെണ്ണ് ഹിജഡേ എന്ന് ഞാൻ പറഞ്ഞു, ഐ മീൻ ആണാണെങ്കിൽ ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് സംസാരിക്കും, ഇതൊരുമാതിരി ഭീരുവിനെ പോലെ മറഞ്ഞിരുന്ന് സംസാരിക്കുന്ന ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു വഴക്കാണ്. ഇയാളെ ഞാൻ ശപിക്കുക, ഇത് ഒഴിഞ്ഞു പോകും. പിന്നെ സംസാരിച്ച് വരിക, ഇയാള് ഒഴിഞ്ഞു പോകുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ചാത്തൻ സേവ നടത്തും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത്. അത് ഇറിറ്റേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറഞ്ഞതാ. അല്ല, ഞാൻ വിഷ്ണുമായയുടെ ഭക്തയാണ്. ചാത്തൻ
സേവ വേറെ, ഉപാസന വേറെ, ഭക്തി വേറെ. പക്ഷെ എന്റെ സ്വാമിയെ വെജിറ്റേറിയൻ ആയിട്ടാണ്, ഞാനൊരു ശുദ്ധ വെജിറ്റേറിയൻ ആണ്. ആ ഒരു രീതിയിലാണ് ഭഗവാന് പ്രസാദം വെച്ച് കൊടുത്തിട്ട് ആരാധിക്കുന്നത്. എന്റെ സ്വാമിക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. അതിപ്പോ ഈ ഷെഫീനയും പറഞ്ഞ രാജ് ടോക്സും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിൽ നല്ല രീതിയിൽ അനുഭവിക്കുകയും ചെയ്യും. അത് ശാപങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് മെയിനായിട്ടും പ്രധാന കാരണം എന്താണ്? പിന്നെ ഇവരെ ഭാഗത്തുനിന്ന് എന്തുണ്ടായി? അടുത്ത ദിവസം ഞാനിത് അവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. ഇയാള് അടുത്ത ദിവസം രാത്രി 10:37 ആയപ്പം എനിക്കൊരു കോള്, അതായത് ഒരു സ്കൈപ്പ് നമ്പർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം മെസ്സേജ് വന്നിരിക്കുകയാണ്, ചാത്തൻ സേവയ്ക്ക് റേറ്റ് എത്രയെന്ന്. അപ്പൊ ഞാൻ നിന്നാണ് ആരാ, അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിച്ച ഇയാളെ മാത്രമാണ് എനിക്ക് അറിയുള്ളൂ. ഇയാളാണെന്നാണ് ഞാൻ, ഇയാള് തന്നെയാണ് ആള്. അപ്പൊ ഞാൻ ശരി, അപ്പൊ ഞാൻ നോക്കുമ്പോ മെസ്സഞ്ചറിൽ ആ സംസാരിക്കുന്ന സമയത്ത് പേര് രജിത മനോജ്, എല്ലാം 6 തുടങ്ങുന്ന പേരുകളാ. പിന്നെ ഇപ്പം രമണൻ. അപ്പൊ ഞാൻ എന്താ രമണ പേര് മാറ്റിയല്ലോ. അപ്പൊ ഇയാൾക്ക് ആളെ പിടികിട്ടി. അപ്പൊ എന്റെ അടുത്ത് പിന്നെ അടുത്ത മെസ്സേജ് യു ആർ എക്സ്പോസ്ഡ്, പിന്നെ മോളെ ചക്കര അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ എഴുതി, നിന്നെ ഞാൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, പൊന്നു മോളെ നീ പേടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ആ വർത്തമാനം കേട്ടപ്പോ എനിക്ക് എത്ര വലിയ. പിന്നെ അടുത്ത മെസ്സേജ് എഴുതുന്ന യു ആർ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ ആകെ പേടിച്ചു. എന്റെ ഫോട്ടോ എവിടെയെങ്കിലും ഇയാൾ കൊണ്ടുവന്ന് മോർഫ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഇട്ടോ എന്നുള്ള ഒരു ഭയമാണ്. ഞാൻ ഇയാളെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളിങ്ങനെ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളുടെ ഫോട്ടോയോ അങ്ങനെ വീഡിയോ എന്തെങ്കിലും അവന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. എന്റെ ഫോട്ടോ ഇയാൾ എന്റെ ഇൻസ്റ്റാഗ്രാം, ഞാനൊരു ബിസിനസ് വുമൺ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫോട്ടോയും എന്റെ വീഡിയോസ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും എന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഇവർക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എന്റെ ഫോട്ടോയും എന്റെ നമ്പര് എന്റെ ഫോട്ടോ ഒക്കെ ഇവന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവൻ എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് യു ആർ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇയാളെ തിരിച്ചു വിളിച്ചപ്പം ഫോൺ എടുത്തു പെട്ടെന്ന്. എടുത്തിട്ട് ഇയാൾ പറയുവാണ്, നിന്റെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും ഈ ചാറ്റും ഞാൻ എക്സ്പോസ് ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഹോട്ടൽ നീ വരണം, അന്ന് നമുക്ക് സോൾവ് ചെയ്യാ ഇതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിന്ന് ശരിക്കും ദേഷ്യം വന്ന് ഞാൻ കൊടുത്തു. അതിന് നമ്മൾ തമ്മിൽ സെക്സ് ചാറ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു നീ പറയണം, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചാറ്റും ഉണ്ടായിട്ടില്ല. പിന്നെ നീ പറയണം ഞാൻ എന്തിനും കേൾക്കണം എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ലെങ്കിൽ പൊന്നുമോളെ ഞാൻ എക്സ്പോസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ തിരിച്ചു ഞാൻ പല പ്രാവശ്യം ഇയാളെ ഞാൻ വിളിച്ചു, എടുക്കാതെ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്ക് വേറൊരു നമ്പറിൽ നിന്ന് പിന്നെയും വിളി വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയണ കേൾക്കാൻ റെഡിയാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല എന്നെ വിളിക്കരുത്, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ ഞാൻ അയാളോട് പിന്നെയും ഞാൻ അയാളെ വിളിച്ചു. ഇയാളിങ്ങനെ ഞാൻ ഇപ്പൊ നോക്കിയത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, നിന്റെ എല്ലാം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ്. ഇയാൾ കോൾ ചെയ്യുക തന്നെ, വേറെ നമ്പറിൽ നിന്ന് കോൾ ചെയ്തതാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോൾ ചെയ്യാണ്. അവൻ പറയണ പോലെ കേട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, ഇതായിട്ട് അപ്ലോഡ് ചെയ്ത് പറയാനുള്ള കാര്യം സാർ ഇതുപോലെ ഷെഫീനക്കെതിരെ ചെയ്യുന്നുണ്ട്. ഷെഫീനയാണ്. പിന്നീട് ഞാൻ നോക്കുമ്പോ ഏകദേശം ആ സംഭവം ഇവൻ ഈ ഫോൺ വന്നിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ഷെഫീനയുടെ വീഡിയോ കാണുകയാണ് എന്നെ പറ്റിയുള്ള. അതെ, ഷെഫീന ഞാൻ ഈ അയച്ചു കൊടുത്ത് ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാ, നേരെ ഷെഫീനയ്ക്ക് ഈ പറഞ്ഞ വോയിസ് റെക്കോർഡ്സും എന്റെ ഫോട്ടോസും എന്റെ ഫോൺ നമ്പറും ഷെഫീനയ്ക്ക് അയച്ചു കൊടുക്കുകയും ഷെഫീന എന്നെ പറ്റി വളരെ മോശമായ രീതിയിൽ ഒരു 42 വീഡിയോസ് അവർ ഫേസ്ബുക്കിൽ ചെയ്തതായിട്ടാണ് കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഫേസ്ബുക്കിൽ മാത്രമായിരിക്കും ഇവർ അപ്ലോഡ് ചെയ്തതെന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത് യൂട്യൂബിൽ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കണ്ടിട്ട് എന്നെ വിളിച്ച് പറയാന്നുണ്ട് അവിടെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ആയിരിക്കുന്ന ബിന്ദു. അതുകൊണ്ട് ഒപ്പം തന്നെ ഇവന്റെ ചാനലിലും എന്നെ പറ്റി ഇങ്ങനെ അപ്ലോഡ്. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ മുഴുവനും അശ്ലീല കമന്റുകൾ, അത്രയും അശ്ലീലമായിട്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഇവര് രണ്ടുപേരുടെയും ചാനലില്. അപ്പൊ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എന്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ വിളിച്ച്, എന്റെ ക്ലയൻസും എല്ലാം വിളിച്ചത്, എന്താണ് ഇവരെന്തായി പറയുന്നത്, ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടല്ലോ എന്ന് ചോദിച്ചപ്പം എനിക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടി. അതിന്റെ ഫലമായിട്ട് അത് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല, അവരെനിക്ക് ചെയ്തു തന്നൊരു ഉപകാരമാണ്. കാര്യം ഒരു ബിസിനസ് വുമണിന്റെയോ ബിസിനസ്മാന്റെയോ പേര് ഒരു 1000 തവണ ഒരു 10 തവണയെങ്കിലും ഇന്റർനെറ്റിൽ പറയുമ്പോൾ അത്രയും അവർക്ക് ഫോളോവേഴ്സും അല്ലെങ്കിൽ അവർക്ക് അത്രയും ബിസിനസ് ആണ് കൂടുന്നതെന്നുള്ള കാര്യം ഈ പൊട്ടന്മാര് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ എങ്ങനെയുണ്ട് മക്കളെ? അതായത് ഒരു സ്ത്രീ വിളിച്ചോ പറയുകയാണ്, ആരോടാ പറയുന്നൊന്നില്ല. ഞാൻ ആദ്യം ഓർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാമെന്ന് ഞാൻ ഓർത്തത്. അപ്പോൾ ആ ഒരു പിന്നെ അങ്ങേ തലക്കുള്ള ആ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല. അങ്ങേര് ചോദിക്കുന്നുണ്ട്, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ അയച്ചു തരുന്നത്, എന്നോട് എന്തിനാണ് പറയുന്നത് എന്ന് അയാൾ ഭവ്യതയോടുകൂടി ചോദിച്ചപ്പോഴേ ആ ഭവതി മേഡം പറയുന്നത് ഇതാണ്, നിങ്ങൾ അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു കണ്ടന്റ് തരുന്നതാണ്. എൻ്റെ പൊന്നു മക്കളെ, നാളെ ഇപ്പോഴും വേണമെങ്കിൽ എനിക്കൊരു 50 കണ്ടന്റ് ഇതേപോലെ ഉണ്ടാക്കാം.
അതായത് ഏതെങ്കിലും എൻ്റെ ബന്ധുവിനോട് വന്നിട്ട് പറഞ്ഞാൽ മതി, ഒന്ന് നീ ഇങ്ങോട്ട് വിളിച്ചാട്ടെ, ഇല്ലെങ്കിൽ എനിക്കറിയുന്ന ഏതെങ്കിലും ഒരാളോട് പറയുക, ഇല്ല സ്ത്രീ ആയി കഴിഞ്ഞാൽ ഉത്തമമായി ഒന്ന് വിളിച്ചാട്ടെ, വിളിച്ചിട്ട് ആ രാജ് ടോക്സിന്റെ പേരുണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയില്ലേ. ഇതൊക്കെ എന്നിട്ട് ഇങ്ങനെ ഇട്ടൂടെ. പിന്നെ അതുപോലെ രാജ് ടോക്സ് എന്ന് പറയുന്നില്ല, രമണൻ എന്നാണ് പറയുന്നത്. അപ്പൊ രാജിനൊന്നും ചെയ്യാനും പറ്റൂല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക, ഇത് അതിബുദ്ധിയായി പോയി എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ ചാത്ത സേവ മാത്രമല്ല അവിടെ നടക്കുന്നത്, ചാത്തന്റെ ബാക്കി പറയുന്നില്ല ഞാനത്, എന്തെല്ലാം നടക്കുന്നു ഭഗവാനെ. അപ്പൊ ഏതായാലും ഷെഫീന ബീവി അതുപോലെ തന്നെ രാജ് ടോക്സ് നിരന്തരമായി വിളിച്ച് ഭീഷണിപ്പെടുത്തും, അതുപോലെ തന്നെ നിന്നെ എക്സ്പോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തും. അത് ഇനി വേണ്ടാതിരിക്കണമെങ്കിൽ നീ ആ ഹോട്ടൽ റൂമിലേക്ക് വരണം എന്നാണ് പറഞ്ഞത്. ഏതാണ് ഹോട്ടൽ എന്താണെന്നൊന്നും നമുക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ആ ഹോട്ടൽ ഏതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ CCTV പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും രാജ് ടോക്സ് അവിടെ ഉണ്ടായിരുന്നോ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എവിടുന്ന് പിടിക്കാം. അതായത് രമണൻ, നമുക്കറിയാലോ, രമണൻ പണ്ട് കാനനച്ചാരിയിൽ ആടുമീച്ച് നടക്കുന്ന രമണൻ, ആ രമണനെ നമുക്ക് പിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാലും എൻ്റെ പൊന്നി ചേച്ചി, നിങ്ങൾക്ക് ഇത്രയും ഇതായി പോയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് പോലീസിലല്ലേ കംപ്ലൈന്റ് കൊടുക്കുക, അല്ലാതെ ഏതെങ്കിലും യൂട്യൂബറെ വിളിച്ചോ പറയുക. അങ്ങനെയാണെങ്കിൽ ഈ രാജ് ടോക്സിന്റെ ആ വിശേഷവും കൂടി ഇങ്ങ് വരട്ടെ, എന്നാൽ അവർ പറഞ്ഞും കൂടി ഇങ്ങ് വരട്ടെ, എന്നാലും വിശ്വസിക്കാം. അവരെന്നാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ, അവർ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടാ, എന്തിനാ വിളിച്ചിനി, എന്താ കാരണം എന്നാ അവർ പറയട്ടെ. അങ്ങനെ അതിന്റെ വോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിങ്ങനെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ എന്നാലും കിടക്കട്ടെ, എൻ്റെ വകയും കുറച്ചും കൂടി ഏതായാലും അവർക്ക് നല്ലോണം കിട്ടുന്നില്ല. എന്നാ പിന്നെ എൻ്റെ വകയും ഞാൻ പറഞ്ഞല്ലോ, ഈ എന്താ പറയേണ്ടത്, ഞാൻ ആരെയും അടിമയല്ല. അതായത് ഈ രാജ് ടോക്സ് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ ഷെഫീന ബീബി ആയാലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രേണുസുധീൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടിമയല്ല, ശത്രുവല്ല. എവിടെയാണ് ശരി അവിടെ ഞാൻ ഉണ്ടാകും, എവിടെയാണ് തെറ്റ് അവിടെ ഞാൻ തിരിച്ചടിക്കും. അതാണ്, എവിടെ തെറ്റ് കണ്ടു കഴിഞ്ഞാലും ഞാൻ പ്രതികരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ രാജ് ടോക്സോ അല്ലെങ്കിൽ ഷെഫീന വിവരമൊന്നുമായിട്ട് നമുക്ക് പരിചയമൊന്നുമില്ല. അന്നേരം ഇപ്പോൾ ആൾക്കാർ നീ എന്തിനാടാ രേണുസുധീന നല്ലത് പറഞ്ഞ് നീ ആ രണ്ടെണ്ണത്തിന് വന്നിട്ട് എന്തിനാടാ നന്നാക്കാൻ നിൽക്കുന്നതല്ല നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിലപാട് മാറ്റത്തില്ല. എൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ നിലപാട് തന്നെയാണ്. ഞാൻ ബിഗ് ബോസിലേക്ക് കൊടുത്തതും ഇതേ നിലപാട് തന്നെയാണ്. അതായത് ആ ഒരു നിലപാടിലേ ഞാൻ നിൽക്കത്തുള്ളൂ ആയിരുന്നു. അയ്യോ, ഞാൻ എൻ്റെ രഹസ്യം പുറത്തുവിട്ട ബിഗ് ബോസിലേക്ക് കഴിഞ്ഞ ഒന്നും ആയില്ല കേട്ടാ, കയറ്റൂല. നമ്മളെല്ലാം റിജക്റ്റ് ചെയ്യപ്പാ, നമ്മളെല്ലാം ആര് കയറ്റാനാന്ന്, നമ്മളെ റിജക്റ്റ് ആവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ നിലപാടുകൾ അത് നമ്മൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുവായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ എന്താ പറയേണ്ടത്, ഈ രാജ് ടോക്സ് അതുപോലെ ഷെഫീന ബീബിയോ ചിലപ്പോൾ വിളിച്ചിട്ടെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഹോട്ടലിൽ വരുന്നൊക്കെ പറയുമോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അങ്ങനെയൊക്കെ പറയുമോ? അങ്ങനെ അത്രമാത്രം മണ്ടനൊന്നുമല്ല അങ്ങേരൊന്നും. അങ്ങനെ മണ്ടത്തരൊന്നും കാണിക്കൂല. അങ്ങേരൊന്നും ഇല്ല, അറിയപ്പെടുന്ന യൂട്യൂബറല്ലേ. അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കോ, അതായത് എന്തിനും ഏതിനും തെളിവുണ്ടാവും. എല്ലാവരും ഫോണും റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ആ റെക്കോർഡിംഗ് ഉള്ളവരെ നീ അങ്ങ് ഹോട്ടലിൽ വാ എന്നൊക്കെ പറയും. ആരെങ്കിലും നിൽക്കുവാടെ? എങ്ങനെ എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അല്ല, പണ്ട് മുകേഷ് ഏട്ടന് കിട്ടിയ ഒരു വാരാതിന് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനി ഇതിൻ്റെ എന്തെങ്കിലും വന്നോ നോക്കാം നമുക്ക്. അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വരാറുണ്ട്. ഏതായാലും വിശ്വസിക്കാൻ നമുക്ക് എന്താ പറയുക പ്രയാസം തന്നെയാണ്. ബൈ.